ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പാട്ടായിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളെ ഹീറോയിൻ്റെ പേരാണ് പൂജ. പൂജ എവിടെ ഉള്ളത്? എന്നെ പൂജ അമ്മ വിളിക്കായിരുന്നു. പൂജക്ക് ടെൻഷനായിരുന്നു. എൻ്റെ അമ്മ പ്രശ്നം നിനക്ക്. പൂജ ലേറ്റായി, നമുക്ക് പോകണ്ടേ? പൂജക്ക് ടെൻഷൻ തുടങ്ങി. അമ്മ എനിക്ക് എത്ര പറഞ്ഞ് മനസ്സിലാവില്ല അമ്മ, നമുക്ക് എവിടേക്കാ പോകണുള്ളത്? ഇല്ല പൂജ, ചെറിയൊരു പ്രശ്നമുണ്ട്, നമുക്ക് ഒരിടത്ത് പോവാ പൂജ. എൻ്റെ അമ്മ പറയുന്നത് ഹോസ്പിറ്റലിലൊക്കെ പൂജ പോകുന്നത്. അച്ഛനിക്ക് വയ്യ, എനിക്കും കാലുവേദന ഉണ്ട്, അച്ഛനിക്കും നടുവേദന ഉണ്ട്, അത് കാട്ടാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് പൂജ എന്ന് അമ്മ പറയുന്നു. അമ്മയ്ക്ക് പറഞ്ഞ് എത്ര മനസ്സിലല്ല അമ്മേ, ഹോസ്പിറ്റലൊക്കെ എന്തിനാ അമ്മ പോകുന്നത്? എന്താ ചെയ്യുക പൂജ, വലിയ ഹോസ്പിറ്റലാണ്, ഇങ്ങനെ വേറെ കൺട്രീനെ ഡോക്ടേഴ്സ് എല്ലാം വരാൻ പോവാ, അതിന് നമുക്ക് ആ ഹോസ്പിറ്റലിൽ പോയി പറ്റും പൂജ, നല്ല ഹോസ്പിറ്റലാണ് എന്ന് പറയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ അച്ഛന് പറയായിരുന്നു, പൂജ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹോസ്പിറ്റലാടി പൂജ, പോയിട്ട് വരാടി എൻ്റെ പൂജ എൻ്റെ അച്ഛൻ പറയായിരുന്നു. അത് കേട്ട് പൂജക്ക് ടെൻഷനായിരുന്നു. അമ്മയെ അച്ഛാ നിങ്ങളെ വെച്ചാൽ ഞാൻ എന്താ ചെയ്യുക എൻ്റെ പൂജ തല കൈ വെച്ചായിരുന്നു. എങ്ങനെ രീതിയിൽ ടെൻഷനാവാം എന്നെ പൂജ കേൾക്കായിരുന്നു. ശരി, അങ്ങനെ ശരി അമ്മേ, ഞാനും കൂടെ വരാം എന്ന് പൂജ പറയുന്നു. പൂജൻ്റെ ചേട്ടൻ വന്നായിരുന്നു. എന്താ ഇവിടെ നടക്കുന്നത് എന്നെ പൂജൻ്റെ ചേട്ടൻ കേൾക്കായിരുന്നു. ടോം എന്താ ഡാഡ്? ഇവള് പറഞ്ഞു ടോം അല്ല, ടോം വിളിക്കാം, ജോൺ എന്ന പേരാണ് എൻ്റെ ചേട്ടൻ പേര്. ടോം എനിക്ക് വിളിക്കാം. ജോൺ എന്താ ഡാഡ്? നമ്മൾ പോവാടെ ഹോസ്പിറ്റലിൽ, കാർ ഡ്രൈവ് ചെയ്യും. ശരി ഓക്കെ, എന്നാൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങിയത്. അങ്ങനെ കാർ ഡ്രൈവ് ഇറങ്ങിയായിരുന്നു. അങ്ങനെ അകത്ത് പോകുന്നായിരുന്നു. അകത്ത് ഇങ്ങനെയായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അമ്മ ഇത് കുറേ ആൾക്കാരുണ്ട്. എത്ര ആൾക്കാരുണ്ട്? ജോൺ, എന്നെയായിരുന്നു, മോം, ടോട്ടൽ 10 പേരുണ്ട് ഇവിടെ, നമ്മളിപ്പോൾ 11ാമത്തേത്. ശരി മമ്മി, ഞാൻ പോയി ഇതാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പേര് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. മോം ഡാഡി ഫസ്റ്റ് പോട്ട്, പിന്നെ മമ്മി പോയാൽ മതി. ശരി, മമ്മി 11, ഡാഡി 12. ഓക്കെ എന്ന് പറഞ്ഞ് അവരിരുന്ന് ചെസ് കളിക്കായിരുന്നു. ആ ഡോക്ടർ വരാൻ പോവാ എന്ന് പറയായിരുന്നു. ഹീറോ ഷോക്കായിരുന്നു. എന്താ ഡോക്ടർ വരാൻ പോവാ എന്ന് പറയായിരുന്നു. അങ്ങനെ കുറച്ച് പേർ ഡോക്ടർ വരാൻ പോകുന്നത്. അതിൽ പോയ ഗേൾസെല്ലാം പിറകെ വന്നായിരുന്നു. അവർ കുട്ടികൾ മമ്മി അങ്ങനെ കുറച്ച് ഗേൾസെല്ലാം സംസാരിക്കായിരുന്നു. ആ 10 പേരിൽ കുറച്ച് പേരെ കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ഗേൾസ് പറയായിരുന്നു, ഡോക്ടർ ഒരു കാറിൽ ഇറങ്ങി വന്നിട്ട് ഹാൻസം ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞ ആ ഗേൾസ് സംസാരിച്ച് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതിൽ കുറച്ച് ഗേൾസിനോട് പറയായിരുന്നു. അതാണ് ഹീറോ, ഹാൻസം ആയിട്ടുണ്ടോ? ഏത് ഡോക്ടറാ? ഭയങ്കര ഹാൻസം ഉണ്ട് എന്നെ പറയുമായിരുന്നു. അത് കേട്ട് ഹീറോ ഷോക്ക്, ഹാൻസം ആയിട്ടുണ്ടോ? ആരാ? ഞാനായിട്ട് ജങ്കുക്ക് വരായിരുന്നു. ജങ്കുക്ക് എന്ന പേരായിരുന്നു. ജങ്കുക്ക് എന്നെ പേര് പറയുന്നു. ഹീറോ അതെൻ്റെ നെയിം, അതെ ഞാൻ കേട്ടിനി എന്ന് പറയുന്നു. പിന്നെ ആ ഹോസ്പിറ്റലിൽ സിസ്റ്റേഴ്സ് എല്ലാം സംസാരിച്ച് പോവാ. അതെ പുതിയ ഡോക്ടറാണ്, കൊറിയൻ വന്നതാ. കൊറിയനാ എന്നെ ഹീറോ ഷാക്കായിരുന്നു. ഞാൻ ജങ്കുക്ക് വന്നിരുന്നു. അങ്ങനെ ഹോസ്പിറ്റൽ പറഞ്ഞ അത് റൂം, ആ റൂമിൻ്റെ അകത്തേക്ക് പോയായിരുന്നു ജങ്കുക്കും. അതെ ഡോക്ടേഴ്സ്മാരിരിക്കുന്നത്. അതെ അത് വലിയ ഹോസ്പിറ്റലാണ്. എന്നിട്ട് അവിടെ കുറച്ച് ഡോക്ടേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. ജങ്കുക്ക് ഓടിയിരുന്നു. അതുപോലെ അവിടെ ഇന്ത്യൻസ് ഡോക്ടേഴ്സ് എല്ലാം ഉണ്ട്. ജങ്കുക്കും പിന്നെ ജങ്കുക്കിന് ഫ്രണ്ടും ഡോക്ടേഴ്സ് ഉണ്ട്. 2 ഡോക്ടർ ഓൾറെഡി അതുകൊണ്ട് വലിയ ഹോസ്പിറ്റൽ. അതുകൊണ്ട് ഇന്ന് ജങ്കുക്ക് ഡോക്ടേഴ്സ് പറയുന്നു 2 ഇന്ത്യൻ 2 കൊറിയനാണ്. അങ്ങനെ ജങ്കുക്കിന് കൂടെ ജിന്നുണ്ടായിരുന്നു. അപ്പോൾ ജങ്കുക്ക് ജിൻ സംസാരിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് പേഷ്യൻ്റ് പറയുന്നു. അങ്ങനെ പേഷ്യൻ്റ് എല്ലാം വന്നായിരുന്നു. ഇപ്പോൾ 2 പേര് അകത്ത് പോയായിരുന്നു. അതെ 4 പേര് അകത്ത് പോയിരുന്നു. അത് 2 പേര് പോയത് എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ 4 പേര് അകത്ത് പോയിരുന്നു. അതെ ഇത് കഴിഞ്ഞായിരുന്നു. പിന്നെ അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ അമ്മ പറയായിരുന്നു, നിങ്ങൾ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഹീറോയിനായിരിക്കുമായിരുന്നു ഡാഡി മമ്മി. അതെ 2 പേര് ഓൾറെഡി വന്നായിരുന്നു പുറത്ത്. അങ്ങനെയായിട്ട് ആ ഡോക്ടേഴ്സിന് ഹീറോയിൻ്റെ മമ്മി പറഞ്ഞ ചുമക്കടുത്ത് ജിന്നടുത്ത് ഹീറോയിൻ ഡാഡി അങ്ങനെയായിട്ട് അവർക്ക് എല്ലാം കാട്ടിയായിരുന്നു. എല്ലാം തീർന്നായിരുന്നു. എല്ലാ പേഷ്യൻസ് എല്ലാം പോയിരുന്നു. ഹീറോയ്ക്ക് സമാധാനമായി പറയായിരുന്നു.
എന്തായാലും പ്രശ്നം ഒന്നുമില്ലടി എന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഡോക്ടേഴ്സിനെ കണ്ടായിരുന്നു സന്തോഷത്തിൽ. ഹീറോ പറയുന്നു എഡ്മട്ടവൻ പറഞ്ഞിട്ടുണ്ടടി ഡാഡിക്ക്. എന്താമോ നമ്മി പറഞ്ഞ എഡ്മിട്ടാ അതേ മോളെ കുറച്ച് നാൾ അഡ്മിറ്റ് ആവാൻ പറയുന്നു. കുറച്ച് ചെറിയൊരു പ്രശ്നമുണ്ട്, അതിന് വേണ്ടി ഗ്ലൂക്കോസ് വെക്കാൻ വേണ്ടിയിട്ടാണ്. 2 പേർക്ക് ഗ്ലൂക്കോസ് വെക്കാൻ കാര്യം പറയായിരുന്നു. അങ്ങനെ ഹീറോ എന്ത് ചേട്ടാ ഇത് പ്രശ്നം എന്ന് പറഞ്ഞു. ഹീറോ ശരി ഞാൻ ക്യാൻറ്റീനിൽ പോയിട്ട് വരാം ചേട്ടാ പറഞ്ഞേക്ക്. ക്യാൻറ്റീനിലേക്ക് പോകുന്നു. ശരി മോളെ. ഹീറോയുടെ ഫ്രണ്ട് പറയായിരുന്നു മച്ചി നിങ്ങൾ 2 പേര് പോയിട്ട് വാ എന്നെ ഹീറോയുടെ ഫ്രണ്ടും പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. ആൻറ്റി 2 പേരോട് സംസാരിക്കുമായിരുന്നു. അത് ഹീറോയുടെ 2 ഫ്രണ്ട്സിന് 2 പേരോട് സംസാരിക്കുന്നു. ഹീറോ ചേട്ടൻ പോയിട്ട് ക്യാൻറ്റീനിൽ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ചങ്കോക്ക് വരായിരുന്നു. ഹീറോയെ ചൊല്ലി വിട്ട് സൈറ്റ് അടിച്ച് നോക്കായിരുന്നു. ഹീറോയുടെ ചേട്ടൻ പറഞ്ഞു വായിൽ പൂജ വായ് മൂടി ഇങ്ങനെ ഓവർ സൈറ്റ് അടിക്കണ്ട ചേട്ടാ, എനിക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ചേട്ടാ എന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് ഞാൻ ഇതിനനുസരിച്ച് പറഞ്ഞായിരുന്നു. ചേട്ടാ എനിക്ക് ബാത്റൂം വരാം. ശരി ഓക്കെ പൂജ നീ ബാത്റൂം പോയിട്ട് വാ എന്ന് പറയായിരുന്നു. അപ്പം 2 ബേബീസ് ഇങ്ങനെ കുടുകുടി ഓടി വന്നായിരുന്നു. അങ്ങനെയായിട്ട് ആ ബേബീസ് ഒന്ന് ഹീറോയുടെ ചേട്ടൻ്റെ അടുത്ത് ഒന്ന് ഹീറോയിൻ്റെ അടുത്ത് വന്നായിരുന്നു. എനിക്ക് ബാത്റൂമിൽ പോകണു അതെവിടെയാണുള്ളത് എൻ്റെ ബേബി ക്യൂരെ കേൾക്കുമ്പോൾ ശരി ബാത്റൂം കൊണ്ടുപോയത്. ശരി ഓക്കെ എന്ന് പറഞ്ഞ് അച്ഛൻ ആ ബേബിനെ നോക്കിയായിരുന്നു. ഹീറോ ആ ബേബിനെ നോക്കിയായിരുന്നു. അത് ഇതാക്കിയായിരുന്നു. ബേബി പറഞ്ഞ ഹായ് എൻ്റെ പേര് ഇതാ എന്നിട്ട് പറഞ്ഞു ബേബീസ് നെയിം പറയാം. എൻ്റെ പേര് ഓയാരി എന്ന് ഹീറോയിനോട് പറയണു. എൻ്റെ പേര് ജിയാൻ. ഓ ജിയാനാണോ? അത് ജിയാൻ. എന്നെ കുക്കിയെന്ന് വിളിക്കാം. ഓ കുക്കി വിളിക്കാം. താങ്ക് യു അങ്കിൾ എന്ന് പറഞ്ഞു. ശരി താങ്ക് യു ആൻറ്റി. ശരി മമ്മി എവിടെ? മമ്മിയോ എന്ന് പറഞ്ഞ് ബേബീസിന് വീട് സാഡായിരുന്നു. ചെറിയ ഡാഡിയുണ്ട്. അങ്ങനെ 2 പേര് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ചേട്ടാ ഇത് എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു. ഡോക്ടറുടെ പേര് പറഞ്ഞു. ഇതാണ് എൻ്റെ ഡാഡിൻ്റെ ഓഫീസ് റൂം എന്ന് പറയുന്നത്. അപ്പോൾ ചങ്കൊക്കെ അവിടെ ഡ്രസ്സ് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാം. മാസ്ക് ഊറിയായിരുന്നു. ചങ്കൊക്ക് മാസ്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ഷർട്ട് ഇടുന്നതായിരുന്നു. ഹീറോ ജൊല്ലി വിട്ട് സൈറ്റ് അടിക്കുകയായിരുന്നു ചങ്കൊക്കിനെ.